ഇത് വേണ്ടായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പടം ഭയങ്കര ലാഗാണ്, ഒരു സീനൊക്കെ ഭയങ്കര ലെന്താണ്. അതാണ് ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഹാഫ് പൊളിയല്ല, ഒരു ആവറേജ്. ഒരു ശങ്കറിന്റെ ഫ്രെയിംസ് ഒക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫ് നമുക്ക് അതൊന്നുമില്ല. കണ്ണു കൊള്ളത്തില്ലേ? ഒരു കാശിനില്ല. കഥയെന്ന് പറയുന്ന സാധനം ഇല്ല. അതിന്റെ എങ്ങനെയുണ്ട്? പാട്ട് കൊള്ളാം. ശങ്കറിന്റെ ആ ടച്ച് വിട്ടു എന്ന് തോന്നുന്നു. ശങ്കറിന്റെ കുഴപ്പമില്ല, കഥയെന്ന് പറയുന്ന സാധനം ഇല്ല. തട്ടിക്കൂട്ട് തട്ടിക്കൂട്ട് മൂന്നാം ഭാഗം വരുന്നുള്ളൂ. അതെങ്ങനെയായിരിക്കും? അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞേ. ഇത് തന്നെ സഹിക്കാൻ അതെ അതെ ഇല്ല. കമലഹാസനെ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉറക്കം പോയി 6 മണിക്ക് വന്നു. അതെ, ഉറക്കം പോയി. പടം ലാഗാണ് രക്ഷയില്. വൻ ലാഗ് വെച്ചാൽ വൻ ലാഗാണ്. അതൊന്നല്ല, അതൊരു ആക്ച്വലി കോൺസെപ്റ്റ് റെലവൻ്റ് ആണ്. പക്ഷേ പടം ഭയങ്കര ലാഗാണ്, ഒരു സീനൊക്കെ ഭയങ്കര ലെന്താണ്. നമുക്ക് മടുത്തു പോകും കുറേ കഴിയുമ്പോൾ തന്നെ. ഞാൻ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നത് തീരാത്ത എന്താണെന്ന് ചോദിക്കുന്ന രീതിയായി പോയി. പക്ഷെ അവസാനം കാണിച്ച ട്രെയിലർ സൂപ്പറാണ്. ഒരു മിനിറ്റോളം ഉണ്ട്. അത് നല്ലൊരു ട്രെയിലറാണ്. 3D ട്രെയിലർ. 3D ട്രെയിലർ കാണാൻ വേണ്ടി 1 കണ്ട 2 കണ്ട ആവശ്യമില്ലാത്ത പോലെ യൂട്യൂബിൽ കണ്ടാൽ മതി. നല്ലൊരു ആശയമാണ് പടത്തിന്. നല്ലൊരു ആശയമാണ്. ഉറങ്ങുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. പടത്തിന് നല്ലൊരു നടക്കാൻ കഴിയാത്ത, നടത്താൻ പറ്റാത്ത നല്ലൊരു ആശയം കമലഹാസൻ പങ്കുവച്ചു, അല്ലെങ്കിൽ ശങ്കർ പങ്കുവച്ചു. അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടറിയുക. കാരണം നമ്മളെല്ലാവരും എല്ലാ സർക്കാർ ഓഫീസിലും കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ 3 എന്ന് പറയുന്നൊരു ചിത്രത്തിൻ്റെ ട്രയലറായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എല്ലാവരും എപ്പോഴും പറയുന്ന വാർത്തകളിൽ ഒരു വാർത്ത കണ്ട ഫീല് അല്ല, മറ്റേ വേറെ ഒന്നുമില്ല ഇതിനകത്ത്. മൂന്നാം ഭാഗത്തിന് വേണ്ടി ഒരു 2ാം ഭാഗം അങ്ങനെയാണോ? 3ാം ഭാഗത്തിന്റെ ട്രെയിലർ അത്രേ ഉള്ളു. അല്ലാതെ വേറെ 3 മണിക്കൂർ നമുക്ക് നല്ല AC-യിലൊക്കെ ഇരുന്ന് ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം. അല്ല മറ്റു വല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടവർക്ക് ഇരുന്ന് ചെയ്യാം. അല്ലാതെ പോപ്കോൺ കഴിക്കാം. ഇവിടെ ആകുമ്പോൾ 150 രൂപ കൊടുത്താൽ അല്ലേ. അല്ല വേറെ പറയത്തക്ക ഒരു കാര്യമില്ല. ഒരു സോങ് ഇല്ല. പിന്നെ നെടുമുടി വേണുവിനെ കാണാൻ പറ്റി, വിവേകിനെ കാണാൻ പറ്റി. അല്ല അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് AI ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് AI ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലാത്തവർക്ക് അത് അവരായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഫീല് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാൻ നമ്മൾ ആളല്ല, പക്ഷെ കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കൈക്കൂലിക്കെതിരെ അല്ലെങ്കിൽ അഴിമതിക്കെതിരെ ഒരു ഫസ്റ്റില് ആ ആശയം ഒന്ന് തന്നെയാണല്ലോ. ഫസ്റ്റിലും ഇത് തന്നെ, സെക്കൻഡിലും ഇത് തന്നെ, തേർഡിൽ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇന്ത്യൻ 4 വേണമെന്ന് ഒരഭിപ്രായം. 4 മാറ്റണം, പൂവാക്കണം. വിക്രമില്ലേ, സോറി, ഇന്ത്യനിലെ ശങ്കറിൻ്റെ തന്നെ ഇന്ത്യനിൽ തന്നെ അന്യനും ശിവാജി എല്ലാം ചേർന്ന് നടക്കുന്നുണ്ട്. നമുക്കത് പോരാ. വിഷ്വൽ ട്രീറ്റ് ആയിട്ട് സിനിമാറ്റോഗ്രാഫി കൊള്ളാം, മ്യൂസിക്കും കൊള്ളായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ കണക്കല്ലേ, ശങ്കറിൻ്റെ ബാക്കിയുള്ള ശിവാജിയും അന്യനും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യൻ. CG ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫസ്റ്റൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചില ഇതുണ്ട്. സിദ്ധാർത്ഥിൻ്റെ അഭിനയമൊക്കെ എല്ലാവരുടെയും കൊള്ളായിരുന്നു. സെക്കൻഡിലോട്ട് ഇത് തേർഡിലേക്കുള്ള 3ലേക്കുള്ള ഒരു ഹിന്റ് വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ സിനിമ കണ്ടത് ആ ഒരു ഇതിലാണ് വന്ന് കയറിയത്. എനിക്ക് അതുകൊണ്ട് ഒട്ടും ദഹിച്ചില്ല സിനിമ. കാരണം വെച്ചാൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാനല്ലാതെ ഒന്നുമില്ല സിനിമയ്ക്കകത്ത്. അല്ല, നമ്മളെ ഫസ്റ്റ് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ വിവേക്, 2 നെടുമുടി വേണു. ഇവരെ രണ്ടുപേരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട്, അത് കിടിലമായിട്ടുണ്ട്. പിന്നെ ഏജ് ഡിഫറൻസ് കുഴപ്പമില്ലാതെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ സേനാപതി ഇതിനകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട്. ആ ഫസ്റ്റ് മേക്കപ്പും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് വേണ്ടായിരുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു.